നമസ്കാരം. നമ്മുടെ ജനുവരി സൈക്കിൾ എക്സാമിനേഷൻ എഴുതിയ കുട്ടികൾ കുറച്ചൊക്കെ പാനിക്കിലാണ്, ടെൻഷനിലാണ്. രണ്ട് രീതിയിലാണ് ടെൻഷൻ. ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴുള്ള ടെൻഷൻ, മറ്റൊന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴുള്ള ടെൻഷൻ. പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴുള്ള ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്താൽ, എസ്പെഷ്യലി അത് ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനാണ് കൂടുതലുള്ളത്. ഞങ്ങൾ ഈ എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ നവംബറിൽ എക്സാമിനേഷൻ എഴുതാനായിട്ട് പറ്റുമോ? ആ ഒരു ടെൻഷനാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നവംബറിലോ അതിന് മുൻപോ ഉള്ള എക്സാമിനേഷനിൽ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തിട്ടുള്ള കുട്ടികൾ മാർച്ച് 1-ാം തീയതിക്ക് മുൻപായിട്ട് ഇൻ്റർമീഡിയറ്റ് കോഴ്സ് രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നവംബറിൽ എക്സാമിനേഷൻ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇത് തന്നെയാണ് എല്ലാ തവണയും സംഭവിക്കാറുള്ളത്. പൊതുവേ നവംബറിൽ ഫൗണ്ടേഷൻ എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ നെക്സ്റ്റ് നവംബറിൽ എഴുതണമെന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും മാർച്ച് 1-ന് മുമ്പ് തന്നെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്രാവശ്യം ഒരു പ്രത്യേക രീതിയിൽ നോട്ടിഫിക്കേഷൻ ഇറക്കിയ സമയത്ത് ഞാൻ അടക്കമുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചിരുന്നു ഒരു പക്ഷേ ഇത് ജനുവരി കുട്ടികൾക്കുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആയിരിക്കും, ജനുവരി സ്റ്റുഡൻസിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആയിരിക്കും. അതായത് അവർക്ക് ഈ നവംബറിൽ എഴുതാൻ പറ്റില്ല, അടുത്ത മെയിൽ എഴുതാൻ പറ്റുള്ളൂ എന്നൊരു ക്ലാരിഫിക്കേഷൻ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇൻസ്റ്റയിലൊക്കെ തന്നെ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പലർക്കും ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബിക്കോസ് പല കുട്ടികളും ഓൾറെഡി പാസ്സാകും, ഒരു പോസിറ്റീവ് തോട്ടിൽ തന്നെ പാസ്സാകുമെന്നുള്ളൊരു അസംഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻ്റർമീഡിയറ്റ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് മാനസികമായിട്ട് ഇൻ്റർമീഡിയറ്റിന് തയ്യാറെടുക്കുന്ന കുട്ടികളുണ്ട്, നവംബറിലേക്ക് വേണ്ടിയിട്ട് ആ രീതിയിൽ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങി സ്വാഭാവികമായിട്ടും ഞങ്ങളൊക്കെ പറഞ്ഞ ഇൻ്റർപ്രിട്ടേഷൻ ഭയങ്കരമായിട്ട് അവർക്ക് സംശയമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പലർക്കും. ഇൻ മൈ ഒപ്പീനിയൻ ഞാൻ ആ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട്. ബിക്കോസ് നവംബറിന് മുൻപ് എക്സാം എഴുതിയ കുട്ടികൾ എന്നുള്ള രീതിയിലാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ ജനുവരി സൈക്കിൾ എന്ന് പറയുന്ന എക്സാമിനേഷൻ നമുക്ക് എല്ലാവർക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇതുവരെയും അങ്ങനൊരു ജനുവരി സൈക്കിൾ എക്സാമിനേഷൻ നടന്നിട്ടില്ല. സോ ആസ് പെർ റൂൾ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ റൂള് പ്രകാരം എന്താണെന്ന്, എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റൂൾ അനുസരിച്ച് മാർച്ച് 1-ന് മുമ്പ് രജിസ്റ്റർ ചെയ്താലേ നവംബറിൽ എക്സാമിനേഷൻ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഫൗണ്ടേഷൻ പാസ്സായി വരുന്ന കുട്ടികൾ മാർച്ച് 1-ന് മുമ്പ് രജിസ്റ്റർ ചെയ്താലേ ആ വർഷം വരുന്ന നവംബർ എക്സാമിനേഷൻ എഴുതാൻ പറ്റാറുള്ളൂ. പക്ഷേ ജനുവരി സൈക്കിൾ എക്സാമിനേഷൻ ഒരു പുതിയ കാര്യമായതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുതിയ തീരുമാനം എടുക്കാം എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അതിൽ നമുക്ക് അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം 2020 മെയ്യിലേക്ക് എക്സാമിനേഷൻ എഴുതാനായിട്ട് ഈ പറഞ്ഞ 8 മാസം എന്നുള്ളത് 7 മാസമായിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയൊരു റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു രീതി ചിന്തിക്കുമ്പോൾ മേ ബി അങ്ങനെ റിലാക്സേഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അവിടെ ഒരു 50-50 ചാൻസ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു ഇൻ്റർപ്രിട്ടേഷനിൽ എത്തുന്നത് നല്ലതല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാ പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്തു. ശരിക്കും ഇപ്പോൾ നമുക്കതൊരു ആധികാരികമായിട്ട് അത് മുൻപ് തന്നിരിക്കുന്ന അനൗൺസ്മെൻറ്റ് വെച്ചിട്ട് ഇപ്പോൾ നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ബി പോസിറ്റീവ്. ഇപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുക. നിങ്ങളിപ്പോൾ ഇൻ്റർമീഡിയറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻ്റർമീഡിയറ്റ് ക്ലാസ്സുകൾ തന്നെ അറ്റൻഡ് ചെയ്ത് പോയിക്കോളൂ, നോ ഇഷ്യൂസ്. തൽക്കാലം അങ്ങനെയൊക്കെ തന്നെ പോയിക്കോട്ടെ. കാര്യങ്ങളെക്കുറിച്ച് വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട. ബിക്കോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കയ്യിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത്. അപ്പോൾ അവർ എന്തായാലും ഉചിതമായൊരു ഡിസിഷൻ ഉറപ്പായിട്ടും നമുക്ക് അറിയിക്കും. ഇനി ആ ഡിസിഷൻ പോസിറ്റീവായാലും നെഗറ്റീവായാലും നമ്മൾ എന്താവരുത്, ഡെസ്പാവരുത്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ഇതാണ്, നിങ്ങളിപ്പോൾ ഇൻ്റർമീഡിയറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ട് അത് വേസ്റ്റ് ആവുന്നില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ക്ലാസ്സുകളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്. ഇപ്പോൾ നിങ്ങൾ പാസ്സായി എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ നവംബറിൽ എഴുതാൻ പറ്റില്ല എന്നൊരു ഇത് വന്നാലും ഈ അടുത്ത മെയിലേക്കാണ് നിങ്ങൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിയർലി 1 വർഷമാണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കിട്ടുന്നത്. ഗോട്ട് ഇറ്റ്. നമ്മൾ ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻസിൻ്റെ പാസ് പെർസെൻറ്റേജ് എല്ലാവർക്കും അറിയാം. 9 മാസം സമയം കിട്ടിയിട്ട് കുട്ടികൾക്ക് അത് പാസ്സായി എടുക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് 1 വർഷം സമയം കിട്ടുമ്പോൾ ദ ചാൻസ് ഓഫ് പാസിംഗ് എന്ന് പറയുന്നത് വളരെ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വിഷയത്തിൽ ഒരിക്കലും നെഗറ്റീവ് ആവരുത്. എക്സ്ട്രാ ഒരു 3-4 മാസം എക്സ്ട്രാ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കിട്ടി എന്ന് കരുതിക്കൊണ്ട് അത് പോസിറ്റീവാണ്. ഇനി പാസ്സാവാൻ ഒരു 3-4 മാസം ലേറ്റായി എന്ന് കരുതി നിങ്ങൾക്കതൊരു നെഗറ്റീവും അല്ല. സോ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ഡിസിഷൻ എടുത്താലും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഇതൊന്നും വലിയ സംഭവങ്ങളല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നവംബറിൽ എഴുതാൻ പറ്റില്ല, അയ്യോ എനിക്ക് നവംബറിൽ എഴുതാൻ പറ്റില്ലല്ലോ, എൻ്റെ ജീവിതം പോയേ, ഞാൻ തീർന്നേന്നൊന്നും പറയേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾക്ക് നവംബറിൽ എഴുതാൻ പറ്റിയാൽ ഓക്കെ, നിങ്ങൾക്കൊരു അറ്റംപ്റ്റ് കിട്ടി, നിങ്ങൾക്കത് യൂസ് ചെയ്യാം.
നവംബറിൽ കിട്ടിയ ഒരു അറ്റംപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ യെസ് യു ക്യാൻ ട്രൈ, ബിക്കോസ് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഗ്രൂപ്പെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ബോത്ത് ഗ്രൂപ്പ് കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ബോത്ത് ഗ്രൂപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, പ്രശ്നമൊന്നുമല്ല. ഇനിയിപ്പോൾ അതല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ഒരു നെഗറ്റീവ് ഡിസിഷനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ബോധേഡാവുന്നത്? നിങ്ങൾ നവംബർ വരെ ഇപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിനകത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ അഥവാ നവംബറിൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം കിട്ടുകയാണ്. പഠിക്കാനുള്ള ടൈം കിട്ടിയിട്ട് നിങ്ങൾ എപ്പോൾ പാസ്സായി എന്നുള്ളതിന് യാതൊരു അർത്ഥവുമില്ല. പാസ്സായോ ഇല്ലേ, നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ക്ലിയർ ചെയ്തോ ഇല്ലേ, ഇതാണ് നമ്മുടെ മെയിൻ ഫാക്ടർ. സോ അതുകൊണ്ട് തന്നെ അത് നവംബറിലാണോ മെയ്യിലാണോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക. നിങ്ങൾ ഓൾറെഡി ഫൗണ്ടേഷനിൽ ഒരുപാട് ടെൻഷൻ അടിച്ച ആൾക്കാരാണ്. മെയ്യിൽ എക്സാം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവസാനം പിന്നെ അത് ഓഗസ്റ്റിലേക്ക് മാറ്റി വെച്ചു, പിന്നെ ഓഗസ്റ്റിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് നവംബറിലേക്ക് മാറ്റി വെച്ചു. നവംബറിൽ എഴുതാൻ പറ്റാതെ ഓപ്റ്റ് ഔട്ട് ചെയ്ത് ജനുവരിയിൽ എഴുതിയ ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അത്യാവശ്യം ടെൻഷൻ അടിക്കേണ്ടതൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഒരു ചെറിയ കാര്യത്തിന് ഇനി വീണ്ടും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു സജഷൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് 1 അതിൻ്റെ ഒരു ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത്, ലാസ്റ്റ് ഡേറ്റ് ഇൻ്റർമീഡിയറ്റിലേക്ക് എക്സാം എഴുതാനുള്ള കുട്ടികളുടെ കോഴ്സ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടത് മാർച്ച് 1 എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ നോട്ടിഫിക്കേഷനിൽ നവംബറിലോ അതിന് മുൻപോ ജയിച്ചിരിക്കുന്ന കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ജനുവരിയിലത്തെ കാര്യം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അത് എനിക്കൊരു മിസ്റീഡിങ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ജനുവരിയിലത്തെ കാര്യം അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കാത്തിരിക്കാം എന്താണ് അവർ പറയാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, ഇനി ഇതാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴൊരു ടെൻഷൻ മാറിയെന്ന് വിചാരിക്കണം. രണ്ടാമത്തെ കാര്യം നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ പ്രശ്നമാണ്. ഭൂരിഭാഗം പേരുടെയും പ്രശ്നം ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഇഷ്യൂ ആണ്. ഞങ്ങൾ പാസ്സായില്ലെങ്കിലോ, അതെല്ലാവർക്കും ഉണ്ട്. അത് ഫൗണ്ടേഷൻ കുട്ടികൾക്ക് മാത്രമല്ല, ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ എഴുതുന്ന എല്ലാവർക്കും ഈ ടെൻഷനുണ്ട്. ഞങ്ങൾ ജനുവരി സൈക്കിൾ എക്സാമിനേഷൻ എഴുതി. ജനുവരി സൈക്കിൾ എക്സാമിനേഷൻ എഴുതിയതിന് ശേഷം ഞങ്ങൾ ഫെയിലായെന്ന് വിചാരിക്കുക, ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾക്ക് വരുന്ന മെയ് എക്സാമിനേഷൻ എഴുതാനായിട്ട് പറ്റുമോ? ഇതിനകത്ത് നമുക്കിപ്പോൾ ഏകദേശം ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ബിക്കോസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഷെഡ്യൂൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഷെഡ്യൂൾ പ്രകാരം സാധാരണ നടക്കേണ്ട സമയങ്ങളിലല്ല ഇൻ്റർമീഡിയറ്റും ഫൈനലും നടക്കുന്നത്. ഫൗണ്ടേഷൻ്റെ ഷെഡ്യൂൾ വന്നിട്ടില്ല, ഫൗണ്ടേഷൻ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ്റെ ഡേറ്റും വന്നിട്ടില്ല. ഞാൻ ചില എസംഷൻസ് പറയാം. ഇനി ഇത് വിശ്വസിച്ച് ഇത് അങ്ങനെ ആയില്ലെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ ഒന്നും പറയരുത്. ഞാൻ എൻ്റെ എസംഷൻസ് ആണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. ജസ്റ്റ് ലോജിക്ക് വെച്ച് പറയാണ്. ചിന്തിക്കുക, നമ്മുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് അവർ വന്നിരിക്കുന്നത് മെയ് 21, 22 തീയതികളിലാണ് ഇൻ്റർമീഡിയറ്റും ഫൈനൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. സാധാരണ രീതിയിൽ മെയ് ഫസ്റ്റ് വീക്കിൽ തുടങ്ങേണ്ട എക്സാമിനേഷൻ അവർ മെയ് 21, 22 ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ജൂണിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. മാത്രമല്ല, ആ എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ പൊതുവെ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് ഫെബ്രുവരി ലാസ്റ്റ് വീക്കായിട്ട് മാർച്ച് പകുതി വരെയാണ് അതിൻ്റെ എക്സാം രജിസ്ട്രേഷൻ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ മാർച്ച് 31 മുതൽ ഏപ്രിൽ 13 വരെയാണ് അതിന് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. എക്സാം രജിസ്ട്രേഷൻ, മെയ്യിലേക്കുള്ള എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് കൊടുത്തിരിക്കുന്നത് മാർച്ച് 31 മുതൽ ഏപ്രിൽ 13 വരെയാണ്. 16 വരെ ഫൈനോട് കൂടിയിട്ട് രജിസ്റ്റർ ചെയ്യാം. 3 ദിവസം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. സോ എന്തുകൊണ്ട് ലേറ്റായി? ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻസും അതേപോലെ ഫൈനൽ എക്സാമിനേഷനും എന്തുകൊണ്ട് ലേറ്റ് ആക്കണം? അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തിന് ലേറ്റ് ആക്കി എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കും ആ ഒരു സംഭവം ഓൾറെഡി ക്ലിയർ ആണ്. കാരണം ജനുവരിയിൽ എക്സാം എഴുതിയ കുട്ടികളുടെ റിസൾട്ട് വരണം, അവർക്ക് കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സാവകാശം കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി തന്നെ ആയിരിക്കണം എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇത്രയും എക്സാംസ്, ഫസ്റ്റ് വീക്കിൽ നടക്കേണ്ട എക്സാംസ് മെയ് 21, 22 മാറ്റിയിരിക്കുന്നത്. ആൻഡ് ഏപ്രിൽ 13 വരെ എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഏപ്രിൽ 13 വരെ നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം കിട്ടുന്നുണ്ട്. സോ ഞാൻ 99% വിശ്വസിക്കുന്നത് അതിന് മുൻപ് തന്നെ നിങ്ങളുടെ റിസൾട്ട് വരും. റിസൾട്ട് വന്ന് ആ റിസൾട്ട് ഇനി നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അടുത്ത അറ്റംപ്റ്റ് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു കാര്യം നിങ്ങൾക്ക് ലഭിക്കും. അതിൽ ഇനി അതിനകത്തുള്ള ടെൻഷൻ നമുക്ക് കുറച്ച് കുറക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, മറ്റൊരു കാര്യം, ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും മൊത്തം പുകയായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ്. ബിക്കോസ് അവരുടെ കാര്യമൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഇൻ്റർമീഡിയറ്റിൻ്റെ ഫൈനലിൻ്റെ ഷെഡ്യൂൾ മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ അവിടെയും നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യമുണ്ട്. ഞാൻ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ വർഷം മുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നൊരു സംഭവമാണ്
ജനുവരി 1-ാം തീയതിക്ക് മുൻപ് രജിസ്റ്റർ ചെയ്ത +2 വിദ്യാർത്ഥികൾക്ക് ഫൗണ്ടേഷൻ എക്സാമിനേഷൻ മെയ്യിൽ നടക്കുന്ന എക്സാമിനേഷൻ എഴുതാമെന്ന് അങ്ങനെ ഒരു ഡിസിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡിസിഷൻ്റെ പേരിൽ ഒരുപാട് കുട്ടികൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫൗണ്ടേഷൻ കോഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ അവർക്കും പഠിക്കാനുള്ളൊരു സമയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കോഴ്സിൻ്റെ അല്ലെങ്കിൽ എക്സാമിനേഷൻ്റെ ഡേറ്റ് ഇപ്പോൾ പറഞ്ഞില്ല. മെയ് 21-ാം തീയതിയും 22-ാം തീയതി നടക്കുന്ന എക്സാംസ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിന് മുൻപ് നടക്കാൻ സാധ്യതയുള്ളൊരു എക്സാമിനേഷൻ ലേറ്റായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം എത്രയും പെട്ടെന്ന് കുട്ടികൾ എക്യുപ്ഡ് ആവേണ്ട കാര്യങ്ങളാണല്ലോ അവർ പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർച്ച് 31-ാം തീയതി മുതൽ എക്സാം രജിസ്ട്രേഷൻ തുടങ്ങി 13-ാം തീയതി വരെയാണ് ഇൻ്റർമീഡിയറ്റിൻ്റെയും ഫൈനലിൻ്റെയും എക്സാം രജിസ്ട്രേഷൻ വരുന്നത്. എക്സാം വരുന്നത് മെയ് 21-22 തീയതികളിലാണ്. അതിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുമുണ്ട്. ഇനി ഒരിക്കലും അത് പ്രീപോൺ ചെയ്യാനുള്ള സാധ്യതയില്ല. ഇനി പോസ്റ്റ്പോൺ ചെയ്താലേ ഉള്ളൂ. സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഫൗണ്ടേഷൻ്റെ കേസ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് നമ്മൾ അനുമാനിക്കേണ്ടത് ഇതിനും ശേഷമായിരിക്കും അപ്പോൾ ഫൗണ്ടേഷൻ നടക്കുക എന്ന് തന്നെയാണ് നമുക്ക് ജസ്റ്റ് അസ്യൂം ചെയ്യാനായിട്ട് പറ്റുക. അതുകൊണ്ട് ഫൗണ്ടേഷൻ ഇപ്പോൾ ജനുവരിയിൽ എഴുതിയിട്ട് ഇനിയിപ്പോൾ നെഗറ്റീവ് റിസൾട്ടിലേക്ക് പോകുന്ന ക്വാളിഫൈ ചെയ്യാത്ത കുട്ടികൾക്ക് അത്യാവശ്യം ഇഷ്ടംപോലെ സമയം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കേട്ടല്ലോ. അപ്പം എന്തായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയുക, കുറച്ചും കൂടി ഒരു കാമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരണം. ഒരിക്കലും നമുക്ക് ടെൻഷൻ കൂടുമ്പോൾ പലപ്പോഴും കുട്ടികൾ ചെയ്യുന്നൊരു കാര്യം, ഞാനിപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുകയും തീയെ തന്നെ വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് വേറെ കോഴ്സുകൾക്ക് പോവുകയാണ് കുട്ടികൾ. അങ്ങനെ ചെയ്യരുത്. ബിക്കോസ് ഇതൊരു സിറ്റുവേഷൻ്റെ പ്രശ്നമാണ്. കാരണം എല്ലാവർക്കും ഇതൊരു പുതിയ സിറ്റുവേഷനാണ്. ഈവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പോലും ഇതൊരു പുതിയ സിറ്റുവേഷനാണ്. ജനുവരി സൈക്കിൾ എന്ന് പറയുന്നൊരു എക്സാമിനേഷൻ ശരിക്കും ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു പുതിയ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഓൾറെഡി ഒരു പുതിയ സിറ്റുവേഷനിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സാഹചര്യം അങ്ങനെ തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് സ്റ്റേൺ ആയിട്ട് നിൽക്കുക. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഡിസിഷൻ എടുക്കുക. പിന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഫൗണ്ടേഷൻ എസ്പെഷ്യലി ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് പറയുന്നത്, സാർ ഞങ്ങളിപ്പോൾ ജനുവരിയിൽ എഴുതിയിരിക്കുന്നുണ്ട്, ജയിക്കുമെന്നും അറിയില്ല തോൽക്കുമെന്നും അറിയില്ല, അപ്പോൾ ഞങ്ങൾ ഏതാണ് പഠിക്കേണ്ടത്? ഞങ്ങൾ ഇൻ്റർമീഡിയറ്റിന് പ്രിപ്പയർ ചെയ്യണോ അല്ലെങ്കിൽ ഫൗണ്ടേഷന് പ്രിപ്പയർ ചെയ്യണോ? ഇതൊരു ശരിക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾ ഇൻ്റർമീഡിയറ്റിന് പ്രിപ്പയർ ചെയ്യണോ അല്ലെങ്കിൽ ഫൗണ്ടേഷന് പ്രിപ്പയർ ചെയ്യണോ എന്നുള്ളത് എൻറ്റയർലി ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് അപ് ടു യുവർ കോൺഫിഡൻസ് എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് സാധ്യതയില്ല എന്ന്, അതായത് 50-50 നിൽക്കുമ്പോൾ 50-50 നിൽക്കാൻ സാധ്യതയുള്ളവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം വരിക. എന്നാലും നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് അസ്യൂം ചെയ്യുക, നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഫൗണ്ടേഷൻ ഇപ്പോൾ ഈ സമയങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി അതെല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടിയും കുറച്ചും കൂടി നല്ലതാണ്, ഞങ്ങൾക്ക് പാസ്സാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻ്റർമീഡിയറ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ബട്ട് ഇത് ചെറിയൊരു കാലയളവിലേക്ക് മാത്രം നിൽക്കുന്നൊരു കൺഫ്യൂഷനാണ്. സോ നിങ്ങൾക്ക് ഉചിതമായൊരു തീരുമാനം നിങ്ങൾ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അതനുസരിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ പോയാലും അധികം കാലമൊന്നും പോകേണ്ടി വരില്ല. ബിക്കോസ് വളരെ പെട്ടെന്ന് തന്നെ ഏറിയാൽ ഒരു മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ നിങ്ങളുടെ റിസൾട്ടുകളൊക്കെ വരും. അപ്പോൾ അതുവരെ മാത്രമേ നമുക്ക് ഈ ഒരു കൺഫ്യൂസിങ് ഉണ്ടാവുള്ളൂ. സോ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഇൻ്റർ ജോയിൻ ചെയ്ത് തൽക്കാലം ആ ബാച്ചിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ. ചില കുട്ടികൾ ചിലപ്പോൾ ഫൗണ്ടേഷൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത് കോൺഫിഡൻസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫൗണ്ടേഷൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെയും പൊക്കോട്ടെ. നിങ്ങളിപ്പോൾ എന്താണ് നിൽക്കുന്നത്, അവിടെ നിൽക്കുക. കോട്ടെ. എന്നിട്ട് അതിനുശേഷം നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. ഓക്കെ. എന്തായാലും ഒരു ചെറിയൊരു സമാധാനം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.